അയോധ്യ രാമക്ഷേത്രത്തിലെ മേൽക്കൂര ചോർന്നതിന് പിന്നാലെ ക്ഷേത്രപാതകളും പൂർണ്ണമായും തകർന്നു. 311 കോടി ചെലവഴിച്ച് ക്ഷേത്ര കവാടത്തിലേക്ക് പുതുതായി നിർമ്മിച്ച രാംപത്ത് റോഡിൽ ഒറ്റമഴയിൽ നിരവധി ഗർത്തങ്ങൾ രൂപപ്പെട്ടു. സംഭവത്തിൽ 6 പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരെ യോഗി സർക്കാർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വിഷയത്തിൽ ബിജെപിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തി. CB ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ മേൽക്കൂരകൾ ചോർന്നുവെന്ന് മുഖ്യ പുരോഹിതൻ വെളിപ്പെടുത്തിയത് വലിയ വിവാദമാകുകയും ഈ നിർമ്മാണത്തിലെ പിഴവും അതോടൊപ്പം തന്നെ അഴിമതിയുമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷമടക്കം രംഗത്ത് വരികയും അത് വളരെ വിവാദമാകുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രത്തിലുള്ള റോഡുകളും തകർന്ന നിലയിലായിരിക്കുന്നത്. കഴിഞ്ഞ രാത്രി ഉണ്ടായ ഒറ്റ മഴയിലായിരുന്നു ഈ അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള റോഡുകൾ പൂർണ്ണമായും തകർന്നത്. ഈ റോഡുകളിൽ നിരവധി ഇടങ്ങളിലാണ് ഗർത്തങ്ങൾ രൂപപ്പെട്ടത്. ഈ ക്ഷേത്രത്തിന് തൊട്ട് അടുത്ത് 1.5 കിലോമീറ്റർ ദൂരത്തിൽ മാത്രമാണ് ആദ്യ ഗർത്തം രൂപപ്പെട്ടത്. പിന്നീട് 2-3 ദിവസങ്ങളായി നിരവധി ഗർത്തങ്ങൾ രൂപപ്പെടുകയും തീർത്തും സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഇത് 311 കോടി രൂപ മുതൽ മുടക്കിയാണ് ഈ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ അനുബന്ധ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പാതയും നിർമ്മിച്ചത്. ഇത് പ്രധാനമായും ഈ വാൽമീകി മഹർഷി വിമാനത്താവളത്തിൽ നിന്നും അതോടൊപ്പം തന്നെ അയോധ്യ ധ്യാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ വിനോദസഞ്ചാരികൾക്കും വിശ്വാസികൾക്കും രാമക്ഷേത്രത്തിൽ എത്താൻ വേണ്ടി നിർമ്മിച്ച പാതയായിരുന്നു. ഇതാണ് വെറും 6 മാസം കൊണ്ട് തകർന്നത്. എന്തായാലും വളരെ വലിയൊരു അഴിമതി തന്നെയാണ് ഇതിന് പിന്നിലെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രതിപക്ഷമടക്കം ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇതിൽ ഈ രാംപത്ത് റോഡ് 311 കോടി രൂപ മുതൽ മുടക്കിയാണ് നിർമ്മിച്ചത്. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും നേരിട്ട് മേൽനോട്ടം വഹിച്ചുകൊണ്ടായിരുന്നു ഈ നിർമ്മാണ പ്രവൃത്തികളെല്ലാം നടത്തിയത്. ഇത് വളരെ വലിയ രീതിയിൽ BJP വിട്ടിലാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ 6 പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇതിൻ്റെ കരാർ ജോലിക്കാരായ അഹമ്മദാബാദ് ഗുജറാത്ത് ആസ്ഥാനമായ കമ്പനിക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. പ്രധാനമായും ഈ നിർമ്മാണത്തിലെ അനാസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ അഹമ്മദാബാദ് ആസ്ഥാനമായ ഭുവൻ ഇൻഫ്രാകോം പ്രൈവറ്റ് ലിമിറ്റഡിനാണ് സംസ്ഥാന സർക്കാർ നോട്ടീസ് അയച്ചിരിക്കുന്നത്. നമുക്കറിയാം, അടൽ സേതു പാതയുടെ എല്ലാ നിലയും വിള്ളലടക്കം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. കേന്ദ്ര പദ്ധതി എല്ലാ നിലയും വലിയ അഴിമതിയുണ്ടെന്ന ആരോപണം ഇപ്പോൾ പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സംഭവങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഈ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ ഈ മേൽക്കൂരിലെ ചോർച്ചയ്ക്ക് പിന്നാലെ ഈ ക്ഷേത്രത്തിലേക്കുള്ള പാതയും പൂർണ്ണമായും തകർന്ന് അടിഞ്ഞിരിക്കുന്നത്. അസിത.